അമേരിക്കയുടെ താൽപര്യങ്ങൾ അംഗീകരിക്കാത്ത രാജ്യങ്ങളെ നികുതി ഭീഷണിയിലൂടെ വരുതിയിലാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിൽ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ചുമത്തിയ 50% അധിക നികുതിയാണ് ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയത്. മധ്യേഷ്യയിലെ ലെബനോൻ പോലുള്ള ചെറിയ രാജ്യങ്ങളോട് ഇടപെടുന്നത് പോലെയാവില്ല ഇന്ത്യയോട് ഇടപെടുന്നതെന്ന കടുത്ത മുന്നറിയിപ്പുമായി പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് വോഫ് രംഗത്തെത്തിയതോടെ ഈ നയത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടുതൽ വിശകലനങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ന്യൂയോർക്കിലെ ന്യൂ സ്കൂൾ യൂണിവേഴ്സിറ്റി പ്രൊഫസറായ റിച്ചാർഡ് വോഫ് റഷ്യൻ മാധ്യമ പ്രവർത്തകനായ റിക് സാഞ്ചസുമായി നടത്തിയ സംഭാഷണത്തിലാണ് ഈ വിഷയത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. നികുതി ഭീഷണി തുടർന്നാൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ പാശ്ചാത്യ സഖ്യങ്ങളിൽ നിന്ന് അകലുകയും ബ്രിക്സ് പോലുള്ള സമാന്തര സാമ്പത്തിക കൂട്ടായ്മകളോട് കൂടുതൽ അടുക്കുകയും ചെയ്യുമെന്നും അത് ആത്യന്തികമായി ബ്രിക്സിനെ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചെമ്മീൻ മുതൽ തുണിത്തരങ്ങൾ വരെയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ 50% നികുതി ചുമത്തിക്കൊണ്ട് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പുറത്തിറക്കിയ വിജ്ഞാപനം ഇന്ത്യൻ വ്യവസായ ലോകത്തെ വലിയ ആശങ്കയിലാക്കിയിരിക്കുന്നു. വ്യാപാര കരാറിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നതിന്റെ ഭാഗമായി 25% നികുതി ആദ്യം ചുമത്തിയതിനു പുറമെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ 25% കൂടി അധിക നികുതി ചുമത്തിയത്. എന്നാൽ ഈ നടപടിയിൽ US ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാണെന്ന് റിച്ചാർഡ് വോഫ് ചൂണ്ടിക്കാട്ടുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയെ ലക്ഷ്യമിടുമ്പോൾ ഇന്ത്യയേക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയെക്കുറിച്ചോ റഷ്യക്കെതിരെ നേരിട്ട യാതൊരു പരാമർശവും വിജ്ഞാപനത്തിലില്ല. ഇത് ഇന്ത്യയോടുള്ള US-ന്റെ സമീപനം മുൻവിധിയോടെയുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ 2% മാത്രമായിരുന്നു ഇന്ത്യയുടെ പങ്ക്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് ഓയിൽ ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ കഴിവുകൾ നൽകാൻ റഷ്യ തയ്യാറായതോടെ ഇന്ത്യ ഈ അവസരം പ്രയോജനപ്പെടുത്തി. നിലവിൽ ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയിൽ ഗണ്യമായ പങ്ക് റഷ്യയിൽ നിന്നാണ്. സാമ്പത്തികമായി ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നതിന്റെ പേരിൽ മാത്രം ഇന്ത്യക്ക് കടുത്ത ശിക്ഷ നൽകുന്നത് ഉചിതമായ നടപടിയല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. വോൾഫിന്റെ മുന്നറിയിപ്പിന്റെ കാതൽ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യ കേവലം ഒരു ചെറിയ രാജ്യമായി പരിഗണിച്ച് ഇടപെടുന്നതിൽ നിന്ന് US പിന്തിരിയണം. റഷ്യയുമായി ദീർഘകാല ബന്ധമുള്ള ശക്തമായ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ താരിഫ് ഭീഷണി കൊണ്ട് വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത് US-ന് വലിയ തിരിച്ചടിയാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ലെബനോൻ പോലുള്ള ഒരു രാജ്യത്തോടല്ല ഇവിടെ ഇടപെടുന്നത്, ഇന്ത്യയോടാണ്. നികുതി ഭീഷണിയുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ വ്യത്യസ്തനായ ഒരു എതിരാളിയെയാണ് നേരിടേണ്ടി വരിക, വോൾഫ് വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെയുള്ള സമ്മർദ്ദം തുടർന്നാൽ അവർ പാശ്ചാത്യ സഖ്യങ്ങളിൽ നിന്ന് അകന്ന് ബ്രിക്സ് കൂട്ടായ്മയുമായി കൂടുതൽ അടുക്കും. പാശ്ചാത്യ ഉപരോധം വന്നപ്പോൾ റഷ്യ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പുതിയ രാജ്യങ്ങളെ കണ്ടെത്തിയതുപോലെ ഇന്ത്യയും പുതിയ വ്യാപാര പങ്കാളികളെ തേടും. ഇത് ബ്രിക്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ വിജയകരമായ ഒരു സാമ്പത്തിക സംവിധാനമായി ഈ കൂട്ടായ്മയെ മാറ്റുകയും ചെയ്യുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. US-ന്റെ ഈ നടപടികൾ ഇന്ത്യയിൽ മാത്രമായി ഒതുങ്ങില്ലെന്നും അത് അവർക്ക് തന്നെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും റിച്ചാർഡ് വോഫ് വിശദീകരിച്ചു. ഉയർന്ന വിലയുടെയും സാമ്പത്തിക വളർച്ചയിലെയും മാധ്യത്തിന്റെയും രൂപത്തിൽ ഈ നടപടികൾ US-നെ തിരിഞ്ഞു കടിക്കും. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുമ്പോൾ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വില നൽകി വാങ്ങേണ്ടി വരും. ഇത് US-ൽ ഇതിനകം ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് വീണ്ടും വർദ്ധിക്കാൻ കാരണമാകും. പണപ്പെരുപ്പം ഉയർന്ന നിലയിൽ തുടരുകയാണെങ്കിൽ US സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധാരണ നിലയിൽ വളരാൻ കഴിയില്ല. 2017 മുതൽ 2020 വരെ ട്രംപിന്റെ ഭരണകാലത്ത് US സാമ്പത്തിക വളർച്ച ഏകദേശം 1.4% ആയിരുന്നു. വീണ്ടും ഒരു സാമ്പത്തിക മുരടിപ്പ് നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ. 55%-ലധികം വരുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ഈ 50% നികുതി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ആഭരണങ്ങൾ തുടങ്ങിയ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അമേരിക്കയുടെ ഈ ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കാൻ ഇന്ത്യ തയ്യാറല്ല. നഷ്ടം കുറയുന്നതിനായി പുതിയ വ്യാപാര പങ്കാളികളെ കണ്ടെത്തി കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. ഓസ്ട്രേലിയ, UAE, UK എന്നിവയുമായി നിലവിൽ ഇന്ത്യക്ക് സ്വതന്ത്ര വ്യാപാര കരാറുകളുണ്ട്. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഇത് പുതിയ വിപണികളിലേക്ക് കയറ്റുമതികൾ വഴിതിരിച്ചു വിടുവാനും US-ന്റെ താരിഫ് ഭീഷണിയുടെ ആഘാതം കുറയ്ക്കാനും ഇന്ത്യക്ക് അവസരം നൽകും. കൂടാതെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പകരം തദ്ദേശീയവും വില കുറഞ്ഞതുമായ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനും ഇത് ഇന്ത്യക്ക് സഹായിക്കും. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. റഷ്യയുടെയും ചൈനയുടെയും കാര്യത്തിൽ എന്ന പോലെ US-ന്റെ ഭീഷണിക്ക് വഴങ്ങാത്ത ഇന്ത്യയുടെ നിലപാട് ആഗോളതലത്തിൽ തങ്ങൾക്കൊരു തന്ത്രപരമായ പങ്കാളിയെ നഷ്ടപ്പെടുത്തിയേക്കാമെന്ന ഭയം US ഭരണകൂടത്തിനുണ്ട്. ഈ നികുതി ഭീഷണി ഇന്ത്യയെ ബ്രിക്സ് സഖ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ആത്യന്തികമായി ബ്രിക്സിനെ ഒരു പാശ്ചാത്യ വിരുദ്ധ സാമ്പത്തിക ശക്തിയായി ഉയർത്തുകയും ചെയ്തേക്കാം.
നന്ദി.